എന്നെ വെറുതെ വിട് കിച്ചു. കിച്ചു എന്നെ വെറുതെ വിട്. നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ കിച്ചു? ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണത്. ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. ഇതാണ് കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്. സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. മോൻ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാനും അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി? നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ല. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ? ഗുഡ് എന്ന്. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? രേണുസുതി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു 11 വയസ്സ് മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി അവനെ കാണുന്നില്ല, അവൻ എവിടെ പോയി, എന്താണ് അവനെ കാണാത്തത് എന്നുള്ള ചോദ്യം ആരാണ് ആദ്യം ചോദിച്ചത്? അതിനുശേഷം നിരന്തരം മെസ്സേജുകൾ അവൻ്റെ ഇൻബോക്സിലോട്ട് ചെന്നു. പലരും അവനെ വിമർശിച്ചു. കിച്ചു പോയി കാണണം, എന്തുകൊണ്ട് കിച്ചു പോയി കാണുന്നില്ല എന്നുള്ള ചോദ്യങ്ങളെല്ലാം വന്നിരുന്നു. അപ്പോഴൊക്കെ അവൻ സൈലൻ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ കിച്ചു അവിടെ പോയിരിക്കുന്നു. അപ്പോഴൊക്കെ അവൻ്റെ കൂടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇത്ര നാളും പോയില്ല? അതിനുള്ള കാര്യം ആ വീഡിയോയിൽ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ആ വീഡിയോയും കാണിക്കുന്നു. ഈ വീഡിയോ കാരണമാണ് ഞങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയുന്നത്. അവിടെ ഇത് ചെയ്യുന്നത് ശരിയാണോ? ഋതപ്പൻ കാണുവാണെങ്കിൽ, ഇല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാർ കാണുവാണെങ്കിൽ അത് മോശമല്ലേ എന്നുള്ള ചോദ്യത്തിന് എനിക്കിഷ്ടം പോലെ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്, ഇത് വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അവൻ അവിടെ വെച്ച് ആ ബന്ധം സ്റ്റോപ്പ് ചെയ്യുന്നത്. അതുമെല്ലാം നിർത്തി മാറി നിന്നിരുന്ന കിച്ചു എന്തേ വരാത്തതെന്ന് ചോദിച്ച് ജനങ്ങൾ അത് ചോദ്യം ചെയ്ത അവസ്ഥയിലാണ് അവൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. അവിടേക്ക് രേണുസുതി പറയുന്നൊരു കാര്യമുണ്ട്. അവനോട് ഞാൻ പറഞ്ഞിരുന്നു സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം. സബ്സ്ക്രിപ്ഷൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം 500 പേരായി, ഇപ്പോൾ 600 ആയി എന്ന്. അന്ന് കിച്ചു പറഞ്ഞത് ഗുഡ് എന്നായിരുന്നു. അന്ന് അവൻ നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിർത്തിയേനെ എന്ന്. നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ട കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്. സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. ഇവിടെ സത്യം പറയാമല്ലോ, ഇത് ആരുടെ തെറ്റാണ്? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സബ്സ്ക്രിപ്ഷൻ എന്നാണ്. അതായത് സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് കോണ്ടന്റ്. അത് സ്റ്റോറി ആവാം, പോസ്റ്റ് ആവാം, എന്തുമാകാം. ചിലപ്പോൾ ബിഹൈൻഡ് ദ സീൻസ് ആവാം, ഫോട്ടോസ് ആകാം, അങ്ങനെ പലതും ആകാം. അല്ലാതെ തുണി ഊരി കാണിക്കുന്നതാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് വിചാരിക്കരുത്. അങ്ങനെ പലരും ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. ഇവിടെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെയുള്ളപ്പോൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുകയാണ് മോനെ എന്ന് പറയുമ്പോൾ അവൻ എന്താണ് വിചാരിക്കേണ്ടത്? അവൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നോ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകളാണ് ചെയ്യുന്നതെന്ന്? പറഞ്ഞിട്ടില്ല. മനസ്സിലൊന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നതിൽ നിന്ന് നീ മനസ്സിലാക്കിക്കോണം എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. അവിടെയൊക്കെ അവൻ ചിന്തിച്ചത് അമ്മ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നായിരിക്കും. പിന്നീടായിരിക്കും അവൻ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, നാക്കിട്ടിളക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോഴാണ് അവൻ ചോദ്യം ചെയ്തത്. അതായത് ഇത് ശരിയാണോ? ഋതപ്പൻ കണ്ടാൽ എന്താവും? അവൻ്റെ കൂട്ടുകാർ ഇത് കാണുമ്പോൾ അവനെ കളിയാക്കത്തില്ലേ, അവനെ മോശക്കാരനാക്കത്തില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചത്. അന്നത്തെ ആ ദിവസം വരേക്കും കിച്ചു വിചാരിച്ചിരിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. പക്ഷേ രേണുസുതി വിചാരിച്ചിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുന്നതാണ്. അതാണ് രേണുസുതിക്ക് പറ്റിയ തെറ്റ്, ഇല്ലെങ്കിൽ കൂടെയുള്ളവർക്കും പറ്റിയ തെറ്റ്. എന്തായാലും രേണുസുതി എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പം ഒരു സ്മൈലിയുടെ ചിഹ്നം ഇട്ടപ്പോൾ കിച്ചു ആഹാ. അതെന്തുകൊണ്ടായിരിക്കും ആഹാ എന്ന് പറഞ്ഞത്? അവൻ ഉദ്ദേശിച്ചു കാണില്ലായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോകളാണ് ഇടുന്നതെന്ന്. അവിടെ രേണുസുതി വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുകയാണ് എന്നാണ് രേണുസുതി ധരിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് രേണുസുതിക്ക് പറ്റിയ തെറ്റ്. അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി? നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ? ഗുഡ് എന്ന്. അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇങ്ങനൊരു വീഡിയോ ചെയ്യുകയാണെന്ന് അറിയുകയാണെങ്കിൽ അവൻ ഗുഡ് എന്ന് പറയുമോ? അവൻ്റെ അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, നല്ല കാര്യമെന്നാണ് അവൻ പറഞ്ഞത്. അവിടെ അവൻ ഒരിക്കലും ഉദ്ദേശിച്ച് കാണത്തില്ലായിരിക്കും ഇങ്ങനെയുള്ള കോണ്ടന്റ് ആണ് ഇടുന്നതെന്ന്. അവിടെയൊക്കെ എല്ലാവർക്കും ഉള്ള വിചാരമാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടുക. അതൊരു തെറ്റിദ്ധാരണയാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 180 രൂപയാണ്. അപ്പൊ കിച്ചു പറയാത്താ 180. നിങ്ങൾ കണ്ടോ ചാറ്റ് കണ്ടോ? നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചു സൺ. ഇവിടെയൊക്കെ രേണു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും കിച്ചുവിനോട് ചോദിച്ചിട്ടായിരിക്കും ചെയ്യുന്നതെന്ന്. ഇവിടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി 500 പേരായി എന്നാണ് കിച്ചുവിനോട് പറയുന്നത്.
അങ്ങനെയെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് എന്തുകൊണ്ട് കിച്ചുവിനോട് പറഞ്ഞില്ല? ഇങ്ങനെയുള്ള കോണ്ടന്റാണ് അതിനകത്ത് ഇടുന്നതെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ അവന് കുഴപ്പമില്ലായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തപ്പോൾ എന്തിനു അവൻ എതിർത്തു? അവിടെ വെച്ച് മനസ്സിലാക്കണമായിരുന്നു അവൻ അത് ഉദ്ദേശിച്ച് കാണത്തില്ല, ഇങ്ങനെയുള്ള കോണ്ടന്റ് അല്ല ഇടുന്നതെന്ന് അവൻ വിചാരിച്ച് കാണത്തില്ലായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? അല്ല, അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തോ? ഇല്ല, കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയുള്ളപ്പോൾ അവൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ നിർത്തുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അവിടേക്ക് ഒരു കാര്യം കൂടി പറയാം, രേണുസുതി എന്ന് പറയുന്ന വ്യക്തി വളരെ മോശമായിട്ടൊന്നും അതിനകത്ത് കാണിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ധരിക്കുന്നവരുണ്ടെങ്കിലും അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. ഇവിടെ സാധാരണ ഒരു സിനിമയിൽ കാണുന്നതിൻ്റെ അത്രയൊന്നും രേണുസുതി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ എന്തോ ആരൊക്കെയോ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഒന്നുകിൽ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷനാണ് രേണുസുതിക്ക് കൊടുക്കുന്നത്, അതുപോലെ തന്നെ കിച്ചു പറഞ്ഞതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയായിരുന്നേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയായിരുന്നു, അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അതെ, എക്സാക്ട്ലി അതാണ് പോയിന്റ്. നാക്കുകൊണ്ടുള്ള വീഡിയോ കണ്ടപ്പോഴാണ് അത് മോശമാണെന്ന് അവന് തോന്നിയത്. ആ സമയത്താണ് അവനത് പറയുകയും ചെയ്തത്, അമ്മയെ ശരിയല്ല, ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടണ്ട, ഇത് എനിക്ക് നാണക്കേടുണ്ടാക്കും, അതുപോലെ തന്നെ ഋതപ്പനും നാണക്കേടുണ്ടാക്കും, അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യേണ്ട എന്ന് അവൻ അപ്പോഴാണ് തോന്നിയത്. കാരണം നാക്കുകൊണ്ടൊക്കെ കാണിക്കുന്ന കാണുമ്പം അതിലൊരു വൾഗാരിറ്റി ഫീൽ ചെയ്യും. അതുകൊണ്ടായിരിക്കും പ്രായപൂർത്തിയായ ഒരു മകൻ പറഞ്ഞത് അമ്മ ഇത് വേണ്ടെന്ന്. അതുവരെ ചിലപ്പോൾ അവന് മോശമായിട്ട് തോന്നിയില്ലായിരിക്കും. കാരണം രേണുവിന് ഇതൊന്നും ഒട്ടും മോശമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവന് മോശമായിട്ട് തോന്നിയത് ഈ ഒരു കാര്യം കാണിച്ചപ്പോഴായിരിക്കും. അതായിരിക്കും ആ സമയത്ത് അവൻ പറഞ്ഞത്. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ നിനക്ക്? എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. എത്രയോ പേര് ഓരോന്ന് ചെയ്യുമായിരിക്കും, പക്ഷേ ഒരു അമ്മയെപ്പോലെ കണ്ട രേണുസുതി ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ അവന് വിഷമം വരും. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്. അല്ലെങ്കിൽ അവൻ പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം മറ്റുള്ളവർ എന്ത് ചെയ്താലും അവനെന്താണ് കുഴപ്പം? അവൻ്റെ അമ്മ ചെയ്തപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല, അതാണ് അവൻ പറഞ്ഞത്. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവന് പോയി പറയാൻ കഴിയുമോ ഇത് ചെയ്യരുത് എന്ന്? നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയേണ്ട ഇനിയിപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എൻ്റെ മെക്കെട്ട് കയറാൻ വരരുത് ദേവിയത്. മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എൻ്റെ മെക്കെട്ട് കയറാൻ നിങ്ങൾ ദേവിയത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വരും. ഇവിടെ ഇതിനു വേണ്ടി കിച്ചു എന്തെങ്കിലും പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. കിച്ചുവിനോട് പലരും ചോദിച്ച ചോദ്യത്തിന് ഒരു ആൻസർ കിച്ചു നൽകുകയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ വീഡിയോയിൽ. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടാൽ മനസ്സിലാവും. അതായത് ആ വീഡിയോയിൽ പറയുന്നത് എന്താണ്? ഒരു വീഡിയോ കാണിച്ചിട്ട് അമ്മ ഈ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഈ വീഡിയോ ചെയ്തത് ശരിയല്ല, ഇത് ഋതപ്പനൊക്കെ കാണും, അത് മോശമല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അമ്മ അതിനെ ന്യായീകരിച്ചു, എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞു. അവിടെ വെച്ച് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത്. അത് വിശദീകരിച്ച് അതൊരു വേറെ രീതിയിലോട്ടൊന്നും അതിനെ കൺവേർട്ട് ചെയ്തില്ല. ആ വീഡിയോ പലരും റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമൻറ്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമൻറ്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേൻ്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്. മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പോൾ അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ,
ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് തോന്നി കേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. അങ്ങനെയുള്ളപ്പോൾ ആരും അറിയാത്ത ഒരു കാര്യവും ഇല്ലായിരുന്നു. അറിഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം അവൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ടായത്, ഞാൻ പോകാഞ്ഞതെന്ന്. അതായിരിക്കും അവൻ ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എൻ്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്ന് ഇനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എൻ്റെ ഋതപ്പൻ, എൻ്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എൻ്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ച്, നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷന് കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമൊളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊളിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. ഇതൊരു കാര്യം പറയാം, സമൂഹത്തിലോട്ട് പോകുന്നത് വേറെ തെറ്റായിട്ട് തന്നെ ആയിരിക്കും. രേണുസുതിക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് അടിക്കും. ഇനിയിപ്പോൾ ആരെത്ര സപ്പോർട്ടുമായിട്ട് വന്നാലും ഇത് നെഗറ്റീവായിട്ട് മാത്രമേ പോകത്തുള്ളൂ. ഞാൻ നേരത്തെയും പല വീഡിയോകളിലും പറഞ്ഞിരുന്നു, കൂടെയുള്ളവർ ശ്രദ്ധിക്കുക. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് വരെ ചിന്തിക്കണം. ഇവിടെ രേണു ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. പല സമയങ്ങളിലും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു സമയത്ത്, അതും അസുഖം പിടിച്ച് മോശം അവസ്ഥയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ജനങ്ങളെ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇനി ആ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ജനങ്ങൾ ഏത് രീതിയിൽ എടുത്തുവെന്ന്. അപ്പോൾ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിനു മുമ്പും ഇങ്ങനെ കുറേ വീഡിയോ ചെയ്തപ്പോഴൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അല്ലാത്ത പക്ഷം ഇങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുന്ന രേണുസുതിയെ വിമർശിക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ പറയാതിരിക്കാൻ വയ്യ. ഒന്നുകിൽ രേണുസുതിയുടെ പിന്നിൽ ആരോ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, തെറ്റായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്തും വിവാദപരമായ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരവരുടെ അമ്മയോട് എല്ലാവരും പറയാറുള്ളതാണ്. ഇനി എത്ര അടുത്ത കൂട്ടുകാരനായാലും ബന്ധുക്കളായാലും നമ്മൾ ചില സാഹചര്യങ്ങളിലൊക്കെ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. അതെല്ലാം അവർ മോശമാണെന്നോ ഇല്ലെങ്കിൽ നമ്മൾ മോശമാണെന്നോ ഒന്നും കരുതേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വലിച്ചടയ്ക്കുന്നത് കൊല്ലത്തുള്ളവരെ കൂടി അവനിൽ നിന്ന് അകറ്റാനാണോ എന്ന് സംശയിച്ചാലും തെറ്റു പറയാൻ കഴിയത്തില്ല. കാരണം രേണുവിൻ്റെ വായിൽ നിന്ന് അങ്ങനെയാണ് വരുന്നത്. ഒന്നുകിൽ ഇത് എഡിറ്റ് ചെയ്തിട്ടിടണമായിരുന്നു. ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ വെളിയിലോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയത്തില്ല. ഒന്നും പറയേണ്ട ഈ രോഗാവസ്ഥയിലും എയറിലോട്ട് പോകുന്ന അവസ്ഥ വരും. രാഹുൽ ദാസിനെ പറ്റി, എന്നെ പറ്റി പറയുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ. ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവൻ നിയമവിരുദ്ധമായിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം അവൻ അക്സെപ്റ്റ് ചെയ്തതാണ്. അവൻ അതിനെക്കുറിച്ച് പറഞ്ഞൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടതാണ്. പിന്നെയും അതൊക്കെ എന്തിനു കൊണ്ടുവരുന്നു? ഇവിടെ അതല്ലല്ലോ അവൻ പറഞ്ഞത്. എന്തുകൊണ്ട് അവൻ അവൻ്റെ അമ്മയായ രേണുസുതിയെ കാണാൻ പോയില്ല എന്നുള്ള ചോദ്യത്തിന് അവൻ ആൻസർ ചെയ്യുകയായിരുന്നു. അതും പലരും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നത് കണ്ട് അവൻ അതിനൊരു ആൻസർ കൊടുക്കുമായിരുന്നു. അല്ലാതെ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആയിട്ട് തോന്നുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചതാണ്. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷനൊന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ ഈ കുറ്റപ്പെടുത്തുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് എവിടേക്കാണ് ഈ കഥ കൊണ്ടുപോകുന്നത്? അവൻ്റെ പാസ്റ്റിലേക്കോ? അവൻ്റെ പാസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. പോലീസ് സ്റ്റേഷനിൽ കയറിയതും പല കാര്യങ്ങളും അവൻ്റെ കയ്യിൽ നിന്നും പിടിച്ചതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അവൻ തന്നെ പറഞ്ഞുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും അത് പുറത്തേക്കിടേണ്ട ആവശ്യം എന്താണ്? അവൻ അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. അവൻ തെറ്റ് ചെയ്തു എന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. ഇനി ആ തെറ്റ് ആവർത്തിക്കാതെ ഞാൻ നോക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇനി അഥവാ അവൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവന് ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ടായിരിക്കും അവൻ പറഞ്ഞത് എന്നുള്ള രീതിയിൽ എടുക്കാതെ അതിനെതിരെ ഇത്രമാത്രം രൂക്ഷമായിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇതിനകത്തൊന്ന് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എൻ്റെ ഋതപ്പന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുത്തോ? നിന്റെ അനിയനല്ലേ?
എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. 1 രൂപ കൊടുത്തോ മിഠായി മേടിച്ചു കൊടുത്തോ എന്നൊക്കെ ചോദിക്കരുത്. അവൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അവൻ ഋതപ്പനെ എവിടെയൊക്കെ കൊണ്ടുപോകാറുണ്ട്, എന്തൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ടെന്നൊക്കെ. അവന് മാത്രമല്ല അവൻ്റെ കൂടെയുള്ള കുട്ടികൾക്ക് വരെ വാങ്ങിക്കൊടുക്കാറുണ്ട്, അതും ഒരു വേർതിരിവില്ലാതെ. അങ്ങനെയുള്ളപ്പോൾ ഒരു മിഠായി വരെ വാങ്ങിക്കൊടുത്തോ എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ വളരെ മോശമായുള്ള കാര്യമാണ്. ഇതൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ എങ്ങനെ ആയിരിക്കും ആളുകൾ ട്രോൾ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അവിടെയൊക്കെ ഇതിനൊന്നും ന്യായീകരിക്കാനും പറ്റത്തില്ല. ഘട്ടങ്ങളിൽ പോലും ഞാനുമില്ലായിരുന്നു. ഈ അമ്മയും ഈ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. അത് പിന്നെ മക്കളുമാർ കുറ്റം ചെയ്യുമ്പോൾ അമ്മയായാലും ഇല്ലെങ്കിൽ സ്റ്റെപ്പ് മദർ ആയാലും സ്റ്റെപ്പ് ഡാഡി ആയാലും ഡാഡി ആയാലും അവരൊക്കെ തന്നെ ആയിരിക്കും പോയി ഇറക്കിക്കൊണ്ട് വരുന്നതും അവരെ നേർവഴിയിൽ നയിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ചെയ്യത്തില്ല. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണണ്ട. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി അത് വേണ്ട, എന്നെ വെറുതെ വിട്ടേക്ക്. അവിടെയൊക്കെ അവൻ വരാതിരുന്ന് അവനെ വിളിച്ചു വരുത്തിയതുപോലാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 11 വയസ്സ് മുതൽ നോക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ എവിടാണെന്ന് അറിയത്തില്ല, അവൻ എവിടെ പോയി, ഈ അവസ്ഥയിൽ ഞാൻ കിടന്നിട്ടും അവൻ എന്തുകൊണ്ട് എന്നെ കാണാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് ആരാണ്? അവനവിടെ വന്നപ്പം കാണാനും പറ്റിയില്ല. അവൻ തിരിച്ചു ചെന്നപ്പോൾ പല വീഡിയോകളിലും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് കിച്ചു നീ പോവാത്തത്, അത്രയും മോശമായിട്ട് കിടക്കുന്ന അവസ്ഥയിലെങ്കിലും നീ പോകണ്ടേ എന്ന്. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അവൻ ആൻസർ കൊടുക്കുകയാണ് ചെയ്തത്. അതും വലിയ വിശദീകരണമൊന്നും ഇല്ലാതെ എന്താണ് കാരണമെന്ന് മാത്രം പറഞ്ഞൊരു വീഡിയോ, അല്ലാതെ ഒരാളെ മോശമാക്കുന്ന രീതിയിലൊന്നും വീഡിയോ ചെയ്തിട്ടില്ല അവൻ. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ. ഇവിടേക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പൊ ഈ വിഷയം ഊതി കത്തിക്കാൻ ശ്രമിച്ചത് ആരാണ്? എനിക്ക് തോന്നുന്നില്ല കിച്ചുവും രേണുസുതിയാണെന്ന്. അവർക്ക് പിന്നിൽ നിന്ന് കളിക്കുന്ന ആരൊക്കെയോ ആണ്. അത് രേണുസുതി തന്നെ പറയുന്നുണ്ട്. കിച്ചു ഇട്ട ഈ വീഡിയോ രേണുസുതിക്ക് കാണിച്ചു കൊടുത്ത് ഇങ്ങനൊരു വീഡിയോ ഇട്ട് രേണുസുതിയെ കൊണ്ട് ഇങ്ങനൊരു മറുപടി പറയിപ്പിച്ചത് അവർ തന്നെയാണ് രേണുസുതിക്ക് കുളം തോണ്ടുന്നത്. നീ എത്ര നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെയൊക്കെ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ഈ രീതിയിൽ പറയാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുതായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുത്തവരാണോ ഇത് ആളി കത്തിച്ചതെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാലും തെറ്റു പറയാൻ പറ്റില്ല. അത് രേണുസുതി പറയുന്നുണ്ട് എങ്ങനെ ഈ വീഡിയോ തൻ്റെ കയ്യിലെത്തിയെന്ന്. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രേണുസുതിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണ്ട എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വേറെ ആരുടെയല്ല, കിച്ചു. എന്തായാലും ആരായാലും ഇത് കാണിച്ചത് മോശത്തരമായിപ്പോയി. ഇല്ലെങ്കിൽ കാണിച്ചു കൊടുത്തെങ്കിൽ തന്നെയും ഇതിന് നീ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ മതി, ഈ അവസരത്തിൽ നിനക്ക് സുഖമില്ല, വലിയ ടെൻഷനൊന്നും അടിക്കണ്ട, ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവരെ നോക്കേണ്ട സമയത്ത് രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ നല്ല രീതിയിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം കൂടെ ആളി കത്തിച്ചു വിടുകയാണ് ചെയ്തത്. ഇവിടെ മനസ്സിലാവും നിങ്ങൾക്ക് ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന്, ആർക്കൊക്കെയാണ് കിച്ചുവും രേണുസുതിയായിട്ട് അടുക്കുന്നത് ഇഷ്ടമല്ലാത്തതെന്ന്. അത് പലർക്കും നേരത്തെ അറിയാം. പക്ഷേ ഈ ഒരു സംഭവം രേണുവിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നതുകൊണ്ട് തന്നെ പലർക്കും കുറച്ചുകൂടി മനസ്സിലായി എന്ന് വേണം കരുതാൻ. കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽ ദാസ്. കിച്ചു എന്ന് അവൻ്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്. അല്ല, എനിക്കറിയില്ല, എനിക്ക് കിച്ചുവിൻ്റെ പേര് മാറ്റി രേണു പറഞ്ഞ പേര് എല്ലാവരും വിളിക്കണമെന്നാണോ പറയുന്നത്? കൊല്ലം സുധിയുടെ മകനെ എല്ലാവരും ഇപ്പോൾ വിളിക്കുന്നത് കിച്ചു എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അവൻ്റെ യൂട്യൂബ് ചാനലും കിച്ചു എന്ന് തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എല്ലാവരും ഇപ്പോൾ വിളിച്ച് ശീലിക്കുന്നതും കിച്ചു എന്ന് തന്നെയാണ്. അതിനി രേണുസുതി പറഞ്ഞുകൊണ്ട് മാറുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങിയിട്ട് ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ICUലൊക്കെ ആയിരുന്നു വന്നാൽ വയ്യാതെ കിടന്നു. 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഈ ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുല് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയേക്കുന്നു. ആ ഒരു ചെറിയ വീഡിയോ അവൻ ചെയ്തത് തന്നെ അവനോട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയായിട്ടാണ്. എന്തുകൊണ്ട് ഇതുവരെ നീ അവിടെ പോയില്ല എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് മാത്രമാണ് അതിനെ പലരും കണ്ടത്. അല്ലാതെ രേണുസുതിയെ പോയി സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതിലേതാണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവൻ പറഞ്ഞതും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ പോകാഞ്ഞതെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ആ ഒരു വീഡിയോ കൊണ്ട് രേണുസുതിക്ക് എന്തെങ്കിലും മോശം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെയുള്ള വീഡിയോകളെല്ലാവരും റിയാക്ട് ചെയ്തതാണ്, അതിനുള്ള വിമർശനങ്ങളെല്ലാം രേണുസുതിക്ക് കിട്ടിയതാണ്. അങ്ങനെയുള്ളപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും, കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന്
എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എൻ്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പം പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എന്നെപ്പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം പറഞ്ഞത്. അപ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ആ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് ശേഷമാണ് കിച്ചുവിനെ അറിയിപ്പിക്കുന്നത്. ഞാൻ തുടങ്ങി സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഏകദേശം 500 പേരായി, ഇപ്പോൾ 600 ആയി എന്നാണ് പറയുന്നത്. അല്ലാതെ തുടങ്ങുന്നതിന് മുമ്പല്ല പറഞ്ഞത്. തുടങ്ങിക്കഴിഞ്ഞ് 10-600 പേരായതിനു ശേഷമാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് കിച്ചുവിനെ അറിയിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? ചിന്തിക്കുക. ഇവിടെയൊക്കെ രേണുവിന് അസുഖമായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും വിമർശിക്കുന്നില്ല എന്ന് മാത്രം. നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ദയവ് ചെയ്ത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നൂടെ നിനക്ക് ഇനിയെങ്കിലും. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എൻ്റെ ഋതപ്പൻ, എൻ്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എൻ്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷന് കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമൊളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊളിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. എനിക്ക് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടേഴ്സ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എൻ്റെ അസുഖം. നിങ്ങൾ ഓർത്ത ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതല്ല എൻ്റെ അസുഖം. നിങ്ങൾക്ക് എൻ്റെ സ്റ്റേജും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് എത്ര ശതമാനമാണ് എന്നെ രക്ഷിച്ചെടുക്കാന്നുള്ള ചാൻസ് പോലും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ഇത്രയും പറയത്തില്ലായിരുന്നു. ഞാനിവിടെ കിടക്കുമായിരുന്നു. ഇത്രയും ഞാൻ പറയത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെക്കൊണ്ട്, കിച്ചു എന്നെക്കൊണ്ട് ഇത് പറയിപ്പിച്ചു. ഇനിയും ഇത് കിച്ചുവിനെ പറ്റിയുള്ള എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നീ എന്നെ എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട. എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എൻ്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ വെറുതെ വിട്ടേക്ക്. എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആളുകൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഉള്ള സ്നേഹം കൂടി ഇല്ലാതായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രേണുസുതി ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലൊന്നും വിമർശിക്കാൻ കഴിയത്തില്ല. എന്തായാലും പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഈ വീഡിയോയോട് നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.